നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 9 വർഷം മുമ്പ് കണ്ണൂർ KSRTC കോംപ്ലക്സിലെ കംഫർട്ട് സ്റ്റേഷനിൽ നടന്ന കൊലപാതക കേസിലെ പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തിരുവനന്തപുരം സ്വദേശി സുനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അബ്ദുൾ അസീസ്. തലശ്ശേരിയിൽ കയ്യിൽ കെട്ടിയ റിസ്റ്റ് വാച്ചിന്റെ സ്ട്രാപ്പിനുള്ളിൽ അതിവിദഗ്ധമായ MDMA ഒളിപ്പിച്ച് വിൽപ്പനക്കായി എത്തിച്ച യുവാവിനെ പോലീസ് തൂക്കി. അറസ്റ്റിലായത് മഞ്ഞോടി പൂവളപ്പ് തെരുവിലെ SA ഹൌസിൽ S സജീർ. വായനാ ചാലഞ്ചിൽ പങ്കെടുത്ത 3885 കുട്ടികളിൽ നിന്നും മികവ് തെളിയിച്ച 64 പേർ ഞായറാഴ്ച വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. വിമാനയാത്ര സംഘടിപ്പിക്കുന്നത് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ. പാനൂർ നഗരസഭയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഓണസമ്മാനമായി KSRTC ഗ്രാമവണ്ടി സർവീസ് ഞായറാഴ്ച മുതൽ. ഷാഫി പറമ്പിൽ MP ഫ്ലാഗ് ഓഫ് ചെയ്യും. വാർത്തകൾ വിശദമായി. 9 വർഷം മുമ്പ് കണ്ണൂർ KSRTC കോംപ്ലക്സിലെ കംഫർട്ട് സ്റ്റേഷനിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം സ്വദേശി സുനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അബ്ദുൾ അസീസ് എന്ന അബ്ദുള്ളയെയാണ് പിടികൂടിയത്. 9 വർഷം മുൻപ് കണ്ണൂർ KSRTC കോംപ്ലക്സിലെ കംഫർട്ട് സ്റ്റേഷനിൽ നടന്ന കൊലപാതക കേസിലെ പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. തിരുവനന്തപുരം സ്വദേശി സുനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അബ്ദുൾ അസീസ് എന്ന അബ്ദുള്ളയെയാണ് മലപ്പുറം മുന്നിയൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭരത് റെഡ്ഡി IPSന്റെ മേൽനോട്ടത്തിൽ SI വിനോദ്, ASIമാരായ ഷാജി, രാജീവൻ, സ്നേഹേഷ്, സജിത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, അനൂപ്, ഷംസീർ അഹമ്മദ് ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാനത്ത് ഗുണ്ടകൾക്കെതിരെയുള്ള നടപടിയുടെ ഭാഗമായി ഓപ്പറേഷൻ ഗ്രിപ്പിനോടനുബന്ധിച്ച് പഴയ കേസുകൾ അന്വേഷിക്കുന്നതിനായി കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘവും രൂപീകരിച്ചിരുന്നു. 2017 ജനുവരി 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണൂർ KSRTC കംഫർട്ട് സ്റ്റേഷൻ നടത്തിയിരുന്ന സുനിയെ തുണിയിൽ പൊതിഞ്ഞ തേങ്ങ ഉപയോഗിച്ച് ആക്രമിക്കുകയും തുടർന്ന് ചവിട്ടുകയും ചെയ്തതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് അബ്ദുൾ അസീസ്. കേസിലെ കൂട്ടുപ്രതി നിലവിൽ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. കേസിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ജില്ലാ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടെ ഇയാൾ മംഗളൂരുവിലെ ദേർലക്കട്ടയിലും കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കയിലും അഷ്റഫ്, അസീസ് എന്നീ പേരുകൾ ഉപയോഗിച്ച് താമസിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മലപ്പുറം മുന്നിയൂരിൽ വെച്ച് പോലീസ് ഇയാളെ പിടികൂടിയത്. കയ്യിൽ കെട്ടിയ റിസ്റ്റ് വാച്ചിന്റെ സ്ട്രാപ്പിനുള്ളിൽ അതിവിദഗ്ധമായി MDMA ഒളിപ്പിച്ച് വിൽപ്പനക്കായി എത്തിച്ച യുവാവിനെ തിരുവങ്ങാട് മഞ്ഞോടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിക്ക് എതിർവശമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും തലശ്ശേരി SI അശ്വിൻ റോയും സംഘവും പിടികൂടി. മഞ്ഞോടി പൂവളപ്പ് തെരുവിലെ SA ഹൌസിൽ S സജീറാണ് അറസ്റ്റിലായത്. പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ വാഹന പാർക്കിംഗ് ഗ്രൗണ്ടിൽ സംശയാസ്പദ നിലയിൽ കാണപ്പെട്ട യുവാവിന്റെ അടുത്തേക്ക് പോലീസ് വാഹനം എത്തിയതോടെ ഇയാൾ ഒഴിഞ്ഞുമാറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ പരിഭ്രമിച്ചതായി കാണപ്പെട്ട പ്രതിയുടെ ദേഹപരിശോധന നടത്തിയപ്പോഴാണ് കയ്യിൽ കെട്ടിയ ഹാർവി ബ്രാൻഡ് റിസ്റ്റ് വാച്ച് സ്ട്രാപ്പിനുള്ളിൽ സിപ്ലോ കവറിലാക്കി ഒളിപ്പിച്ച നിരോധിത മയക്കുമരുന്നായ MDMA കണ്ടെടുക്കാനായത്. 1.45 ഗ്രാം ലഹരിമരുന്നാണ് പിടിച്ചെടുത്തത്. ചാലയിലെ സ്വകാര്യ ആശുപത്രിക്കടുത്തുള്ള അജു എന്ന അപരിചിതനിൽ നിന്നും 3000 രൂപ നൽകി വാങ്ങിയതാണെന്ന് ചോദ്യം ചെയ്യലിൽ സജീർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ ചാലഞ്ചിൽ പങ്കെടുത്ത 3885 കുട്ടികളിൽ നിന്നും മികവ് തെളിയിച്ച 64 പേർ ഞായറാഴ്ച വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ കുട്ടികളെ അനുഗമിക്കുമെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗോൾഡൻ ചലഞ്ച് 30 പുസ്തകങ്ങളും 4500 പേജും 100 പോയിന്റും നേടുക എന്നതായിരുന്നു കുട്ടികളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചലഞ്ച്. ആ ചലഞ്ച് അച്ചീവ് ചെയ്തുകൊണ്ട് 64 കുട്ടികൾ മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന സന്ദേശവുമായി നാളെ കാലത്ത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. താലൂക്ക് ഭാരവാഹികളടക്കം 77 പേരാണ്
ആ വിമാനയാത്രയിൽ പങ്കെടുക്കുന്നത്. അതത് വായനശാലകളാണ് വിമാനയാത്രക്കുള്ള കുട്ടികൾക്കുള്ള കാശ് കണ്ടെത്തിയിട്ടുള്ളത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ ചലഞ്ചിൽ പങ്കെടുത്ത 3885 കുട്ടികളിൽ നിന്നും മികവ് തെളിയിച്ച 64 പേർ ഞായറാഴ്ച വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ അനുഗമിക്കും. രാവിലെ 7:45 വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തുന്ന കുട്ടികളടക്കമുള്ള സംഘത്തിന് VK സനോജ് MLAയുടെയും ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയന്റെയും നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ യാത്രയയപ്പ് നൽകും. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം, കോവളം ബീച്ച്, മൃഗശാല, ലൈബ്രറി കൗൺസിൽ ആസ്ഥാന മന്ദിരം, ശ്രീ പത്മനാഭ ക്ഷേത്രം, ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എന്നിവിടങ്ങൾ സന്ദർശിക്കും. 24 രാവിലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെ കാരായി രാജൻ MLAയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. കുട്ടികൾക്ക് ലൈബ്രറികളുമായും പുസ്തകങ്ങളുമായും ഹൃദയബന്ധമുണ്ടാക്കാൻ സംഘടിപ്പിച്ച പരിപാടിയാണ് പുസ്തകത്താളുകളിൽ നിന്നും ആകാശമാർഗമുള്ള സ്വപ്നയാത്രയെന്നും ലൈബ്രറി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ചരിത്രത്തിലെ നാഴികക്കല്ലായി സംഭവം മാറിയെന്നും സംഘാടകർ പറഞ്ഞു. നാളെ രാവിലെ 7:45 പുറപ്പെടുന്ന വിമാനത്തിൽ ഈ കുട്ടികൾ പറക്കുമ്പോൾ മട്ടന്നൂർ MLA VK സനോജും ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി PK വിജയനും വിമാനത്താവളത്തിൽ കുട്ടികളെ യാത്രയയക്കാൻ വേണ്ടി അവിടെ എത്തും. അവർക്ക് ഓരോ പുസ്തകങ്ങൾ നൽകിക്കൊണ്ടാണ് അവരെ യാത്രയയക്കുന്നത്. 24-ാം തീയതി രാവിലെ 7:30 മണിക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് കുട്ടികൾ തിരിച്ചെത്തുന്നത്. അവിടെ തലശ്ശേരി MLA കാരായി രാജേട്ടൻ കുട്ടികളെ സ്വീകരിക്കും. ഈ കുട്ടികൾക്ക് സമയം പബ്ലിക്കേഷൻസ് കണ്ണൂരും ഓപ്പൺ ബുക്സ് തലശ്ശേരിയും ഓരോ പുസ്തകങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി നൽകുന്നുണ്ട്. ഒരു പുതിയ ഫോർമുല എല്ലാവർക്കും അതിശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. കുട്ടികളാണെങ്കിൽ അതിൽ വളരെ താല്പര്യത്തോടു കൂടി വരികയും ചെയ്തിരിക്കുന്നു. വായനയിലൂടെ മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ സഞ്ചരിക്കാം. എല്ലാ മത്സരങ്ങൾക്കും സമ്മാനമാണ് നമ്മൾ കൊടുക്കുക, പലതരം മെറ്റീരിയൽ ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു സമ്മാനമായിട്ടാണ് വിമാനയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതിന് ചിലവൊക്കെ അതാത് വായനശാലകളാണ് നൽകുന്നതെങ്കിലും അതിന് കുട്ടികളെ സന്നദ്ധമാക്കുക, അവരുടെ കഴിവുകളെ വികസിപ്പിക്കുക, വായനശാലകളെ കൊണ്ടത് സാധ്യമാകുന്ന വിധത്തിൽ പ്രായോഗിക രംഗത്തേക്ക് കൊണ്ടുവരിക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനോടൊപ്പം നടന്നിട്ടുണ്ട്. ഇപ്പൊ പറയും 276 അഫിലിയേറ്റഡ് ലൈബ്രറികളാണ് തലശ്ശേരി താലൂക്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 67 വായനശാലകളിൽ നിന്നാണ് കുട്ടികളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ, പ്രസിഡന്റ് പവിത്രൻ മൊകേരി, നിർവാഹക സമിതി അംഗം U ബ്രിജേഷ് എന്നിവർ പങ്കെടുത്തു. പാനൂർ നഗരസഭയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി KSRTC ഗ്രാമവണ്ടി സർവീസ് തുടങ്ങുന്നു. ഞായറാഴ്ച രാവിലെ 8:30 പാനൂരിൽ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ അധികൃതർ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയിലെ ജനങ്ങൾക്ക് ഓണസമ്മാനമായാണ് ഗ്രാമവണ്ടി സർവീസ് തുടങ്ങുന്നതെന്ന് ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ പറഞ്ഞു. നമുക്കറിയാം, നേരത്തെ നമുക്ക് ഗ്രാമവണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കാൻ പോകുന്നത്. നേരത്തെ ട്രയൽ റൺ നടത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ റൂട്ട് പ്രകാരം നല്ല സക്സസ് ആയിരുന്നു, നല്ല രീതിയിൽ ട്രയൽ റൺ വിജയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൈമിങ്ങൊക്കെ തീരുമാനിച്ചു. നമ്മൾ സ്റ്റാർട്ടിങ് പാനൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പള്ളിക്കുനിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് റൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് യാത്രാക്ലേശം അനുഭവിക്കുന്ന എല്ലാ മേഖലയിൽ കൂടിയും നമ്മുടെ ഗ്രാമവണ്ടി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഒരു ബസ് സർവീസ് ഇല്ലാത്ത മേഖലകളിൽ, നമ്മുടെ ഒരു ഓട്ടോ പോലും ലഭിക്കാത്ത മേഖലകൾ നമ്മുടെ ഉൾഭാഗത്തുണ്ട്. ആ ഭാഗങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മുടെ ഈ ഗ്രാമവണ്ടി പോകുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രിയദർശിനി സംവിധാനം തന്നെയാണ്, സ്ത്രീകൾക്ക് സൗജന്യമാണ്. പാനൂർ നഗരസഭയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനാണ് KSRTCയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8:30 ഷാഫി പറമ്പിൽ MP യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. പാനൂർ നഗരസഭയിലെ ജനങ്ങൾക്ക് നഗരസഭയുടെ ഓണസമ്മാനമാണ് ഗ്രാമവണ്ടിയെന്നും ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ PM ബാബുരാജ് മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഉമൈസ തിരുവമ്പാടി, സുഹേൽ മേക്കുന്ന്, T മുഹമ്മദ് നജീർ, നിഷിത ചന്ദ്രൻ, കൗൺസിലർ അജീഷ് കാരപ്പൊയിൽ എന്നിവർ പങ്കെടുത്തു.
NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. NREG പന്നിന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിന്നൂർ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അടിയന്തരമായും തൊഴിൽ നൽകുക, കൂലിക്കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ പന്നിന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തൊഴിലപേക്ഷ മാർച്ച് നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി E. വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ മെറ്റീരിയൽ വർക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രവർത്തനം ഇനിയിപ്പം മഴക്കൊയ്ത്ത് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് മാത്രമുണ്ട്. ഇതിനകത്ത് ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഓവുചാലുകൾ ചിലപ്പം വൃത്തിയാക്കാൻ ചില പ്രോജക്റ്റുകൾ ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ ഈ തൊഴിൽ ഇതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് തന്നെ ഇത് തൊഴിലില്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ സംസ്ഥാന വ്യാപകമായി ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ ജീവൻ മരണ പോരാട്ടം നടത്തും. ജീവൻ മരണ പോരാട്ടം എന്ന് പറയുമ്പോൾ ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് തൊഴിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നെല്ലാവരും വാർഡടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഫ്രണ്ട് ഓഫീസിൽ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നത്. അതിൽ പറയുന്ന 15 ദിവസം കഴിഞ്ഞാൽ തൊഴിൽ തരണമെന്നാണ്. തൊഴിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാന്റെ പക്കലേക്ക് പോകാം. ഏരിയ കമ്മിറ്റി അംഗം നസീർ ഇടവലത്ത് അധ്യക്ഷത വഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി VP സരള സ്വാഗതം പറഞ്ഞു. തുടർന്ന് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. പാനൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സി കേരളം ചാനലിലെ ജനപ്രിയ സംഗീത റിയാലിറ്റി ഷോ സരിഗമപയിൽ പാടാൻ അവസരം നേടിയ പാനൂരിന്റെ അഭിമാനമായ കൊച്ചുഗായിക ദേവനയ്ക്ക് പാനൂർ UP സ്കൂളിൽ അധ്യാപകരും സഹപാഠികളും ചേർന്ന് ഹൃദ്യമായ സ്വീകരണം നൽകി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലായിരുന്നു സ്വീകരണം. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ദേവനയ്ക്ക് സ്കൂളിൽ സ്വീകരണം ഒരുക്കിയത്. പൂച്ചെണ്ടുകളും ഉപഹാരങ്ങളും നൽകി അധ്യാപകരും വിദ്യാർത്ഥികളും ദേവനയെ ആദരിച്ചു. പാനൂരിലെ നീലാംബരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൽ പ്രീജ മഹിജിന്റെയും ദേവാഞ്ജന മഹിജിന്റെയും ശിക്ഷണത്തിൽ കഴിഞ്ഞ 4.5 വർഷമായി സംഗീതം അഭ്യസിക്കുന്ന ദേവന പാനൂർ UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സി കേരളം ചാനലിലെ സരിഗമപ വേദിയിലേക്ക് ദേവന തിരഞ്ഞെടുക്കപ്പെട്ടത് സ്കൂളിനും പാനൂരിനും അഭിമാന നിമിഷമായി മാറിയെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറഞ്ഞു. പാനൂരിന്റെ കൊച്ചു ഗായികയ്ക്ക് ആശംസകളുമായി സ്കൂൾ കുടുംബം ഒന്നിച്ചപ്പോൾ സ്വീകരണ ചടങ്ങ് സംഗീതത്തിന്റെ ആഘോഷമായി. അക്ഷരങ്ങളുടെ സുഗന്ധവും സാംസ്കാരിക സായാഹ്നങ്ങളുടെ നിറപ്പകിട്ടുമായി കൂത്തുപറമ്പിൽ കലാകൈരളി പുസ്തകമേളയും സാംസ്കാരികോത്സവവും ശ്രദ്ധേയമാകുന്നു. കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിന്റെയും കൈരളി ബുക്സിന്റെയും നേതൃത്വത്തിലാണ് പുസ്തകമേളയും അനുബന്ധ പരിപാടികളും അരങ്ങേറുന്നത്. കൂത്തുപറമ്പ് മാറോളികെട്ടിൽ നടക്കുന്ന മേളയിൽ പുസ്തക പ്രകാശനങ്ങളും പുസ്തക ചർച്ചകളും സായാഹ്നങ്ങളെ അറിവിന്റെയും ചിന്തയുടെയും വേദികളാക്കി മാറ്റുകയാണ്. വിവിധ പ്രസാധകരുടെ 1000-ലധികം ടൈറ്റിലുകളാണ് വായനക്കാരെ ഇവിടെ കാത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വായനക്കാരുടെ ശ്രദ്ധ നേടിയ നിരവധി പുസ്തകങ്ങളും മേളയിൽ ലഭ്യമാണ്. പുസ്തകങ്ങൾ കാണാനും വായിക്കാനും സ്വന്തമാക്കാനുമായി നിരവധി പേരാണ് ദിവസേന മേളയിൽ എത്തുന്നത്. വായനക്കാരെ ആകർഷിക്കുന്ന വിധത്തിൽ 60% വരെ വിലക്കുറവും പുസ്തകങ്ങൾക്ക് ഒരുക്കിയതായി കൈരളി ബുക്സ് മാർക്കറ്റിംഗ് മാനേജർ PK വിജു പറഞ്ഞു. ഇത് ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ 29 വരെ നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവമാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വായനക്കാരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ
പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രസാധകരുടെ പുസ്തകങ്ങൾ, 15ഓളം പ്രസാധകരുടെ പുസ്തകങ്ങളും ഈ പുസ്തകോത്സവത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വെറുമൊരു പുസ്തകോത്സവം നടത്തുക, വിൽപ്പന നടത്തുക എന്നതിലുപരി ഈ പ്രദേശത്തുള്ള മുഴുവൻ കലാ സാംസ്കാരിക പ്രവർത്തകരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക ഉത്സവമാണ്, ജനകീയ സാംസ്കാരിക ഉത്സവമാണ് കൂത്തുപറമ്പിൽ മലയാള കലാനിലയത്തിൻ്റെ ഭാഗമായി കലാമണ്ഡലം മഹേന്ദ്രൻ മാഷ് നേതൃത്വം കൊടുക്കുന്ന കലാനിലയത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്നു വരുന്നത്. അക്ഷരലോകത്തെ മറ്റൊരു അപൂർവ കാഴ്ചയും മേളയിലുണ്ട്. RV സതിയുടെ ശേഖരത്തിലുള്ള MTയുടെ അപൂർവ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫോട്ടോ പ്രദർശനവും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പുസ്തകങ്ങൾ വെറും കാഴ്ച വസ്തുക്കളല്ലെന്നും മനുഷ്യന്റെ ചിന്തകളെ പുതുക്കുന്ന ജാലകങ്ങളാണെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് കൂത്തുപറമ്പിലെ ഈ പുസ്തകോത്സവം. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ സായാഹ്നങ്ങൾക്ക് വായനയുടെ വെളിച്ചവും സാംസ്കാരിക ചൈതന്യവും പകരുകയാണ് പുസ്തകമേളയെന്ന് എഴുത്തുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. നോവലിസ്റ്റും ചിത്രകാരനുമായ അനിരുദ്ധൻ കൂത്തുപറമ്പിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ അവർക്ക് കൂടിച്ചേർന്ന് ചർച്ച ചെയ്യാനും പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും ഉള്ള അവസരം ഇവിടെ സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ഈ കലാകൈരളി മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എൻ്റെ തതൻ്റെ 3ാം പതിപ്പ് കഴിഞ്ഞ ദിവസം 19-ാം തീയതി ബഹുമാനപ്പെട്ട MLA കൂത്തുപറമ്പ് MLA ശ്രീ PK പ്രവീൺ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. എഴുത്തുകാർ കൂത്തുപറമ്പിന്റെ സായാഹ്നങ്ങളിൽ അക്ഷരങ്ങളുടെ കൂട്ടായ്മ തീർക്കുന്ന കലാകൈരളി പുസ്തകമേള വായനയെ ആഘോഷമാക്കി മാറ്റുകയാണ്. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പെൻഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. മീത്തലെ ചമ്പാട് വില്ലേജ് ഓഫീസിന് മുന്നിലും പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും നടന്ന പ്രതിഷേധ കൂട്ടായ്മകളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മീത്തലെ ചമ്പാട് നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU പാനൂർ ഏരിയ പ്രസിഡന്റ് KK സുധീർ കുമാർ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘങ്ങളിലൂടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് സർക്കാർ കൊടുക്കണം വീടുകളിലേക്ക് പണം എത്തിക്കുന്നതിന്. അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തി. അങ്ങനെ എത്തിക്ക വഴി നമ്മുടെ നാട്ടിലെ സഹകരണ ജീവനക്കാരെ പ്രത്യേകിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ട ബിൽ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരാണെന്ന് തോന്നും. പേര് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സംഭവം തോന്നും. ബിൽ കളക്ടർ യഥാർത്ഥത്തിൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 3 രൂപയാണ് കിട്ടുക. 1000 രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപയാണ് ആ സഹകരണ ജീവനക്കാരന് കിട്ടുക. അതാണ് ബാങ്ക് വഴി കിട്ടുന്ന ആ പണം സ്വീകരിച്ചാൽ കിട്ടുക. ഇവിടെ ഈ മീത്തലെ ചമ്പാട് അങ്ങാടിയിൽ എല്ലാ കടകളിലും കയറി കഴിഞ്ഞ് പിക്മി കലക്ഷൻ എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി കിടത്താൽ 1000 രൂപ പിരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ 30 രൂപയാണ് ആ ജീവനക്കാരന് കിട്ടുക. വലിയ പ്രയാസം. ചമ്പാട് CPM ലോക്കൽ സെക്രട്ടറി K ജയരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K മോഹനൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം N അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NP രാജൻ, VP സരള, K പവിത്രൻ, KTK സത്യൻ എന്നിവർ സംസാരിച്ചു. ജീവിത വസന്ത കാലം തീർക്കും അധ്വാനിച്ച് തളർന്നവർക്ക് ജീവിത സന്ധ്യ നേരം കിട്ടും കഞ്ഞി കാശ് മുടക്കരുത്. പാനൂരിലെ പ്രശസ്ത തറവാടായ AV തറവാട് കുടുംബസംഗമം നടത്തുന്നു. ഞായറാഴ്ച കൈവേലിക്കൽ MES സ്കൂൾ ക്യാമ്പസിൽ നടക്കുന്ന സംഗമത്തിൽ 1500ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാനൂരിലെ പ്രമുഖ തറവാടായ AV ഹൗസ് കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നു. 202 വീടുകളിലായി താമസിക്കുന്ന 925 പുരുഷന്മാരും 915 സ്ത്രീകളുമായി 1840 പേർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഡിറ്റോറിയത്തിൽ വെച്ച് AVS കുടുംബസംഗമം നടത്തുകയാണ്.
ഉപദേശത്തെ മറ്റെല്ലാം മിക്കവാറും എൻ്റെ അഭിപ്രായത്തിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വരെ ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഒറ്റ വീട്ടിൽ നിന്ന് എളന്തോട് വീട്ടിൽ നിന്ന് എന്ന് പറയുന്ന വീട്, അതായത് പഴയ പ്രകാശത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ എളന്തോട് വീട്, ആ എളന്തോട് വീട്ടിൽ 1880 ജനിച്ചതാണ്. വിവാഹം കഴിഞ്ഞ് വന്നതാണ് 1880 കാലഘട്ടം മുതൽ വ്യാപാര രംഗത്ത് പ്രശസ്തിയാർജിച്ച ഈ കുടുംബത്തിൻ്റെ പേരുകൾ മംഗലാപുരം മുതൽ ഇങ്ങോട്ട് ഭൂരിഭാഗവും കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ്. സ്വദേശത്തും വിദേശത്തും കഴിയുന്ന കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാനൂർ MES സ്കൂളിൽ വെച്ചാണ് കുടുംബസംഗമം നടത്തുന്നത്. 23 രാവിലെ 10 PK പ്രവീൺ MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കൗൺസിലർ SV മുഹമ്മദ് അലി മുഖ്യ പ്രഭാഷണം നടത്തും. കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ PP സുലൈമാൻ ഹാജി, AV അഷ്റഫ്, AV നാസർ, PK ഹനീഫ, AV മഹമ്മൂദ്, PB അൻവർ, MTK ഹനീഫ, VP ഖാലിദ്, PB നവാസ്, NK സഫ്വാൻ, PP റാഷിഖ് എന്നിവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോത്ത് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ.
സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. PK പ്രവീൺ MLAക്ക് പാനൂർ നഗരസഭയിലെ 1-ാം വാർഡിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. പാനൂർ നഗരസഭ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ 1-ാം വാർഡ് കൌൺസിലറായും പ്രവീൺ പ്രവർത്തിച്ചിരുന്നു. PK പ്രവീൺ MLAക്ക് പാനൂർ നഗരസഭ 1-ാം വാർഡിന്റെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത്. നഗരസഭ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MLA എന്ന ഖ്യാതി തന്നെ ഇതിനകം പ്രവീണിന് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം ജനങ്ങളിൽ ജീവിക്കുന്ന ഒരു നേതാവാണ്. ലെവലേസം, ഹെഡ് വെയ്റ്റ് അല്ലെങ്കിൽ തലക്കനം അല്ലെങ്കിൽ അഹംഭാവം ഇതൊന്നുമില്ലാതെ സദാസമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിൽ ആത്മാർത്ഥമായി ഇടപെട്ട് അത് പ്രശ്നപരിഹാരം കാണാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് ഇത് MLA സ്ഥാനം കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പാനൂരിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച PR കുറുപ്പിന്റെ ചെറുമകൻ. ജനങ്ങളുടെ കൂടെ നിന്ന് തലക്കരമല്ലാതെ പ്രവർത്തിക്കുന്ന നേതാവാണ് PK പ്രവീൺ MLA എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ 1-ാം വാർഡ് കൌൺസിലറായും PK പ്രവീൺ പ്രവർത്തിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയത്. ഉപഹാര സമർപ്പണവും TM ബാബുരാജ് മാസ്റ്റർ നിർവഹിച്ചു. 1-ാം വാർഡിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. K സജിത്ത് അധ്യക്ഷനായി. CT അജയകുമാർ സ്വാഗതം പറഞ്ഞു. V സുരേന്ദ്ര മാസ്റ്റർ, KK സുധീർ കുമാർ, KC വിഷ്ണു, PP സുലൈമാൻ ഹാജി, KP യൂസഫ്, CK സതീശൻ, KK സജീവ് കുമാർ, MK രാജീവൻ, K മുഹമ്മദ് അലി, K മോഹനൻ, OT അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. PK പ്രവീൺ മറുപടി പ്രസംഗം നടത്തി. എൻ്റെ ജീവിതത്തിലെ സാമൂഹ്യ പ്രവർത്തനത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ ഒരു ആദരവ് തരുമെന്ന് CT ആണ് എന്നോട് പറഞ്ഞത്. ഇങ്ങനൊരു ആദരവ് നോക്കുന്നുണ്ട്. CTയോട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വാർഡിൽ ഒരു ആദരവ് വേണോ? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും നിങ്ങളുടെ ഇടയിൽ തന്നെയാണ്. അത് ജനപ്രതിനിധി ആയാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആദരവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചു. CT പറഞ്ഞു, അതല്ല, അങ്ങനെ ഒരു ആദരവ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാവരും എന്നെക്കുറിച്ച് സംസാരിച്ചു. സുരേന്ദ്ര മാഷ് അതിലിടയിലൂടെ എന്നെ എവിടെയോ ക്ഷണിച്ചിട്ടുമുണ്ട്. അത് രാഷ്ട്രീയപരമായ ഒരു ക്ഷണമാണ് കണ്ടത്. എല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് 12-ാം വാർഡിൽ ഇക്കുറി ഓണം ആഘോഷിച്ചത് അല്പം വ്യത്യസ്തമായി. 12ന്റെ പൂവിളി എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം കണ്ണങ്കോട് TPGM UP സ്കൂളിൽ ആവേശമായി. പൂക്കളവും മത്സരങ്ങളും നാടൻ പാട്ടും ഒരുമിച്ചപ്പോൾ ആഘോഷം നാടിന്റെ കൂട്ടായ്മയുടെ വേദിയായി. പൂക്കളമൊരുക്കി, പാട്ടുപാടി, മത്സരങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്ത് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഓണം ആഘോഷിച്ചത് വേറിട്ട കാഴ്ചകളുടെയായിരുന്നു. 12ന്റെ പൂവിളി എന്ന പേരിലാണ് കണ്ണങ്കോട് TPGM UP സ്കൂൾ വെച്ച് 12-ാം വാർഡിലെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മത്സരങ്ങളിൽ പങ്കാളികളായി. നൂൽവലി മത്സരവും നെറ്റിയിൽ ബിസ്ക്കറ്റ് വെച്ച് കൈകൊണ്ട് തൊടാതെ കഴിക്കുന്ന മത്സരവുമെല്ലാം ചിരിയും ആവേശവും നിറച്ചു. നാടൻ പാട്ടിന്റെ താളത്തിനൊത്ത് ആഘോഷത്തിൽ പങ്കെടുത്തവർ ചുവടുവെച്ചതും വേറിട്ട കാഴ്ചയായി.
PK പ്രവീൺ MLA ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം ചിങ്ങത്തിൻ്റെ തുടക്കമായി, ഐശ്വര്യവും സമൃദ്ധിയുടെ ഓണാഘോഷത്തിൻ്റെ തുടക്കമായി, എല്ലായിടത്തും ഓണത്തിൻ്റെ പൂവിളികളും ആഘോഷവും തിമിർത്താടുകയാണ്. ആ തിമിർത്താട്ടം ഞാൻ വരുമ്പോൾ കാണുകയും ചെയ്തു. രാജേഷ് നല്ലോണം ആടി. അവസാനം രാജേഷ് കിടക്കുന്ന നേരം പറഞ്ഞ് ഇനി അവസാനമാക്കാമെന്ന് പറഞ്ഞ് ആ ആട്ടം അവിടെയും കണ്ട് എല്ലാവരും ആടുന്നുണ്ട്. കുറച്ച് ചെറുപ്പമുള്ള ആളുകൾ ആടുന്നത് ആവേശത്തിൽ, പക്ഷെ വയസ്സായ അമ്മമാർ ആടുമ്പോൾ അവരെ ആവേശത്തിൽ അങ്ങ് ആടിക്കളിക്കാനാണ്. കാരണം അതാണ് കുടുംബശ്രീൻ്റെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. മതത്തിൻ്റെയും ജാതിയുടെയും എല്ലാത്തിനും മറന്നുകൊണ്ടുള്ള സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മ നമ്മൾക്കിന്നും അതാണ് ആവശ്യം. ആ ആവശ്യം തന്നെയാണ് നമ്മളുടെ ഒരു മനസ്സിൻ്റെ സന്തോഷവും സൗഹൃദവും. ചിലപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ ഈ കൂടിച്ചേരൽ, കുടുംബാംഗങ്ങൾ കൂടിച്ചേരുമ്പോൾ ചിലപ്പോൾ ഈ സന്തോഷവും ഈ ഡാൻസും ഒന്നും നിങ്ങളുടെ അടുത്ത് വരില്ല. പക്ഷെ നിങ്ങളെ കുടുംബശ്രീ അംഗങ്ങൾ കൂടുമ്പോഴാണ് നിങ്ങളെ മനസ്സിൽ അങ്ങനെ. MLA ഷാളണിയിച്ചും ഉപഹാരം നൽകിയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. 12ാം വാർഡംഗം KP രാജേഷ് മാസ്റ്റർ അധ്യക്ഷനായി. റിനേഷ് മാസ്റ്റർ, സുരേഷ് ബാബു മാസ്റ്റർ, സുർജിത്ത് പൊന്നത്ത്, ഷിഞ്ചു പൊന്നത്ത്, KK ഉദയൻ, K പീയൂഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാമചന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒന്നിച്ചിരുന്ന് ഓണമുണ്ടും സൗഹൃദം പങ്കുവച്ചും 12ന്റെ പൂവിളി 12ാം വാർഡിന്റെ കൂട്ടായ്മയുടെ ആഘോഷമായി മാറുകയായിരുന്നു. പാനൂർ പ്രാണിക് ഹീലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഗുരുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനവും കിറ്റ് വിതരണവും നിർവഹിച്ചു. പ്രാണിക് ഹീലിംഗ് സ്ഥാപകൻ മാസ്റ്റർ ചൊവ്വ കോക്സോയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പാനൂർ പ്രാണിക് ഹീലിംഗ് സെന്റർ തെരഞ്ഞെടുത്ത 110ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണോദ്ഘാടനവും തുടർന്ന് നടന്നു. നിങ്ങളുടെ ഒരു പ്രയാസത്തിലൊക്കെ ഒരു സന്തോഷവും സമാധാനവും നൽകാൻ ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇത്തരത്തിലുള്ള കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതൊരു ഷോ ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ സംഘടന ഇന്നൊരു പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ള സൂചിപ്പിക്കലല്ല, മറിച്ച് ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം തന്നെ നിങ്ങളും സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി ഈ ഒരു സംഘടന ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നല്ല സമൂഹ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് ആവശ്യം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. പല സംഘടനകളും ഇത്തരത്തിലുള്ള ഒരുപാട് സേവന നന്മ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കും. ടി രവീന്ദ്ര മാസ്റ്റർ അധ്യക്ഷനായി. സ്ഥിരമായിട്ട് ഞങ്ങളൊരു 50ഓളം കുടുംബങ്ങൾക്ക് കിഡ്നി ക്യാൻസർ പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് നൽകുന്നുണ്ട്. പക്ഷേ ഈ തവണ ഗുരുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉള്ള ഈ ചടങ്ങിൽ ഞങ്ങൾ പ്രാണിക്കുലേഴ്സ് കണ്ടെത്തിയിരിക്കുന്ന അർഹരായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തി. അതായത് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നത് പ്രാണിക്കിനും പഠിച്ചാൽ പോരാ, ചുറ്റുപാടും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കാണാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് വേണം. ഈ സുരേഷ് ബാബു മാസ്റ്റർ സ്വാഗതവും അരവിന്ദൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. താഴേച്ചമ്പാട് നവകേരള വായനശാല എന്ന ഗ്രന്ഥാലയം വയോജനവേദിയും വനിതാവേദിയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. മറിയം ടർഫിൽ നടന്ന ഓണാഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഓണക്കളികളും നടന്നു. വയോജനവേദി സംസ്ഥാന സെക്രട്ടറി VP ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി മുഖ്യപ്രഭാഷണം നടത്തി. പ്രാകൃതനായ മനുഷ്യനായിട്ട് കൂടി ഉള്ളത് എല്ലാവരും പങ്കുവെച്ച്, ഉള്ളത് എല്ലാവർക്കുമായി പങ്കുവെച്ച്, ഉള്ളത് എല്ലാവർക്കും വേണ്ടി കരുതി വെച്ച് നിൽക്കുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളങ്ങനെയല്ല. അവനവന് വേണ്ടി, സ്വന്തക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുക, കരുതി വെക്കുക എന്നതാണ്. അന്യൻ എന്ന് പറയുന്നത് അന്യനായിട്ട് തന്നെ നിൽക്കുന്നു.
പ്രാകൃത കമ്മ്യൂണിസം എന്നാണ് ആ കാലത്തിൽ പറയുന്നത് ചരിത്രകാരന്മാർ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കഴിയപ്പെടുന്ന ഒരു സമൂഹമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഉപജാതിയില്ല, അങ്ങനെയുള്ള ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവർക്കും എന്താണ് തുല്യ അവകാശമുള്ളൊരു കാലത്തെയാണ് കമ്മ്യൂണിസം വിഭാവനം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് പലരും പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. പക്ഷേ പ്രാകൃത കമ്മ്യൂണിസത്തിലും അങ്ങനെ ചെയ്യില്ല. അതിതുപോലെ ഒത്തുചേരുന്ന ആളുകൾക്കെല്ലാം തുല്യമായ എല്ലാ പങ്കാളിത്തവും സാമൂഹ്യമായി അത്രമാത്രം വികസിച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും തുല്യമായ. വയോജനവേദി പ്രസിഡന്റ് KP ബാലൻ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി AK ദിനേശൻ സ്വാഗതവും വനിതാവേദി സെക്രട്ടറി KK അനിത നന്ദിയും പറഞ്ഞു. കിടപ്പിലായ 21 വയോജനങ്ങൾക്ക് ഓണക്കോടി നൽകി. പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും നടന്നു. പുസ്തകങ്ങൾ മാഹി സർവീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വാർഷിക പൊതുയോഗവും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. മാഹി സർവീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി വാർഷിക പൊതുയോഗവും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ഒക്കെ തന്നെ കൂട്ടായ്മയുടെ കാര്യമാണ് പറയുന്നത്. ഓണത്തിന് അതൊരു മതവിഭാഗത്തിന്റെ പരിപാടിയായിട്ടല്ല കേരളക്കാർ കാണുന്നു. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടികളുമായി പലരും മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ ഈ പ്രദേശത്തുള്ള ഓണാഘോഷത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് എറണാകുളം മുതൽ അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ്. ഓണം സ്പെഷ്യൽ ട്രെയിനുകളും ബസ്സുകളൊക്കെ ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ വരുന്നത് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. എത്രയോ പുതിയ പുതിയ ട്രെയിനുകളാണ് ഓണത്തിന് വേണ്ടി മാത്രമായി സർക്കാർ ഓടിക്കുന്നത്. അപ്പം അതിൻ്റെ മാഹാത്മ്യമാണ് നമ്മൾ കാണുന്നത്. ഓണം ഒരു കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ വിജയം. അതുപോലെ നമ്മൾ നടത്തുന്ന സഹകരണ പ്രസ്ഥാനം 1993 ആരംഭിക്കുക എന്നതാണ് ഈ ബാങ്കിന് പറയാനുള്ളത്. 33 വർഷമായി. അന്നൊക്കെ ആരംഭിക്കുന്ന കാലത്ത് ഞാനൊക്കെ വളരെ ചെറുപ്പക്കാരനായി. ചുറുചുറുക്ക് ഉള്ള പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്. ഇന്ന് പഴയതുപോലെ അതേപോലെ ഓടിച്ചാടി നടക്കാനുള്ള ആ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ തലമുറയെ അത് ഏൽപ്പിച്ചു കൊടുക്കുക, അത് ലാഭകരമായി നടത്തുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. പ്രസിഡന്റ് KK അനിൽകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KP അശോക്, ഡയറക്ടർമാരായ സജിത് നാരായണൻ, ബിബിൻ, KM രവീന്ദ്രൻ, വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും വത്സരാജ് നിർവഹിച്ചു. പന്ന്യന്നൂരിലെ ഏക ഗവൺമെന്റ് വിദ്യാലയമായ പന്ന്യന്നൂർ സെന്റർ ഗവൺമെന്റ് LP സ്കൂൾ ഓണാഘോഷം ആർപ്പോ 2K26 നടത്തി. ഓണസദ്യകളും ഓണക്കളികളുമൊക്കെയായി വർണ്ണാഭമായാണ് ഓണാഘോഷം നടന്നത്. ഒരു കാലത്ത് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ വിദ്യാലയമാണ് പന്ന്യന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ. PTA-യുടെയും അധ്യാപകരുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് വിദ്യാലയം മികവിന്റെ കേന്ദ്രമായി മാറുകയായിരുന്നു. ഇന്ന് 100ഓളം വിദ്യാർത്ഥികൾ ഇവിടെ അധ്യയനം നടത്തുന്നുണ്ട്. ഓണാഘോഷം പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് റംഷീന അധ്യക്ഷത വഹിച്ചു. SSG ചെയർമാൻ കുഞ്ഞുമൂസ, VM ബാബു മാസ്റ്റർ, KT ഉസ്മാൻ,
സ്മിത സജിത്ത്, വിജീഷ്, എം മുസ്തഫ, എം ലത്തീഫ് ഹാജി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ജാനറ്റ് നോറിൻ ഫെർണാണ്ടസ് സ്വാഗതവും ജിഷ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഉപഹാര വിതരണവും നടത്തി. വീണ്ടും ഒരിടവേള. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിയിൽ വീട്ടുപകരണങ്ങൾ ഏതെടുത്താലും 189 രൂപയ്ക്ക്. മാഹി പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കൂടാതെ ലേഡീസ് ഹാൻഡ് ബാഗ്, കോളേജ് ബാഗ്, ലഗേജ് ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ, അലൂമിനിയം, ഇൻറ്റാലിയം പാത്രങ്ങൾ, ക്ലോക്കുകൾ, ചപ്പലുകൾ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹി പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി BSNL റീക്രിയേഷൻ ക്ലബ്ബ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. തലശ്ശേരി BSNL റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. MG റോഡിലെ BSNL ഓഫീസിൽ ജീവനക്കാർ ഓണപ്പൂക്കളം തീർക്കുകയും ചെയ്തു. തുടർന്ന് ഉറിയടി, വടംവലി, ഓണക്കളികളും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സായി ചാന്ദിനി, സെക്രട്ടറി CM നിഷ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ C റാഷിദ്, ത്രിത, പ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. മാഹി സ്കൈ ഗാലറി സാനിറ്ററി ടൈൽ ഷോറൂമിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടത്തി. മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് ഓണപ്പൂക്കളം തീർത്തു. മാവേലി, ചെണ്ടമേളം, മറ്റ് കലാപരിപാടികൾ തുടങ്ങിയവയും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണക്കനി നിറപ്പൊലിമ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണക്കനി നിറപ്പൊലിമ വിളവെടുപ്പുത്സവം സംഘടിപ്പിച്ചു. ഗ്രാമദീപം JLG, നന്ദാവനം JLG എന്നിവരുടെ കൃഷി ഫീൽഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജയ PP പരിപാടി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സൻല P രാജ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ നദീറ, വാർഡ് CDS അംഗം സതി, ഗൗരി എന്നിവർ സംസാരിച്ചു. മാഹി ആവില പ്രൈമറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. മാഹി ആവില പ്രൈമറി സ്കൂളിലും ഓണാഘോഷം സംഘടിപ്പിച്ചു. മാഹി പള്ളി ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഉച്ചത്തിൽ പറഞ്ഞ ഹാപ്പി ഓണം. പുറയിൽ അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. അവരൊക്കെ നോക്കിക്കൊടുത്തു പറഞ്ഞ ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. PTA പ്രസിഡന്റ് അരുൺ അലക്സ്, മാനേജർ സിസ്റ്റർ അജി മറിയ, സിസ്റ്റർ ഫീനി എന്നിവർ സംസാരിച്ചു.
കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ 14ാമത് ഷോറൂം തലശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി. പ്രശസ്ത സിനിമാ താരം പ്രീതി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ 14ാമത് ഷോറൂം തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള മണവാട്ടി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ ഷോറൂം സിനിമാ താരം പ്രീതി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. So I'm really happy to be here for Onam. Thank you so much for having me here to Kavita Golden Diamonds. Really happy to be inaugurating your 14th showroom. കമ്പനി ചെയർമാൻ രാജഗോപാൽ, പത്നി ഇന്ദിര രാജഗോപാൽ, മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ, ഡയറക്ടർമാരായ സനിഷ പ്രസാദ്, ശ്രുതി പ്രജീഷ് എന്നിവർ പങ്കെടുത്തു. ആധുനികവും മനോഹരവുമായ ഷോപ്പിംഗ് അന്തരീക്ഷത്തിൽ സ്വർണം, വജ്രം, വെഡ്ഡിംഗ്, ആന്റിക്, ടെമ്പിൾ എന്നിങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങളിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്ത അഭിരുചികൾക്കും അനുയോജ്യമായ ആഘോഷാവസരങ്ങൾക്കും കളക്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒട്ടേറെ ആകർഷകമായ ഓഫറുകളും ആനുകൂല്യങ്ങളുമാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ എന്നിവർ പറഞ്ഞു. 10 ഭാഗ്യശാലികൾക്ക് പർച്ചേസിനൊപ്പം സൗജന്യ സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്, പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1000 രൂപ അധികം, എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഉദ്ഘാടന ഓഫർ സെപ്റ്റംബർ 30 വരെ തലശ്ശേരി ഷോറൂമിൽ മാത്രമാണ് ലഭ്യമാവുക. 1976 സ്ഥാപിതമായ കവിത ഗോൾഡൻ ഡയമണ്ട്സ് വിശ്വാസത്തിന്റെയും കരവിരുതിന്റെയും ഉപഭോക്താക്കളുടെ സംതൃപ്തിയുടെയും 50 വർഷങ്ങളാണ് അഭിമാനപൂർവ്വം ആഘോഷിക്കുന്നത്. കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് തലശ്ശേരി പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് തലശ്ശേരി സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പാരമ്പര്യം സംസ്കാരമുള്ള സ്ഥലത്ത് നമുക്ക് 14ാമത്തെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് കാണുന്നുണ്ട്. ഏറ്റവും നല്ല കളക്ഷനും ഏറ്റവും നല്ല ഓഫറുകളായിട്ടാണ് ഞങ്ങൾ കവിത ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പുതിയ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലാണ് ബ്രാൻഡ് അംബാസിഡർ. ക്യാമ്പയിൻ ഷീസ് ഗോൾഡ്, ഹെർ ഡ്രീംസ് ആർ ഗോൾഡ് എന്ന ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഷോറൂമിൽ തലശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്തത്. 5 പതിറ്റാണ്ടായി കവിത വിലയിരുത്തിയ വിശ്വാസവും പാരമ്പര്യവുമായിട്ടാണ് കവിത മുന്നോട്ട് പോകുന്നത്. അവരുടെ തലമുറകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കളക്ഷനുകളായിട്ടാണ് കവിത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരിയിലും സമീപ പ്രദേശത്തുമുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപാട് ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സ്ഥലമാണ് തലശ്ശേരി. അപ്പോൾ തലശ്ശേരിയിലെ ഓരോ ആഘോഷങ്ങളിലും ഓരോ വീടുകളിലും ഭാഗമായി കവിതയ്ക്കാവണം എന്നാണ് ഈ ഗ്രൂപ്പിന് പ്രതീക്ഷ. താങ്ക് യു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നും ആരംഭിച്ച ആദ്യ ഷോറൂമിൽ നിന്ന് ഇന്ന് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ 14 കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തിക്കുന്നത്. ഗുണമേന്മ, സുതാര്യത, ഉപഭോക്താക്കളുടെ സംതൃപ്തി എന്നിവയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധതയാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കരുത്ത്. പാരമ്പര്യത്തിന്റെ മനോഹാരിതയും ആധുനിക രൂപകൽപ്പനയുടെ ചാരുതയും സമന്വയിപ്പിക്കുന്ന കളക്ഷനുകൾ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയവയാണ്. 5 പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ച വിശ്വാസവും മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് കവിത ഗോൾഡൻ ഡയമണ്ട്സ് തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 9 വർഷം മുമ്പ് കണ്ണൂർ KSRTC കോംപ്ലക്സിലെ കംഫർട്ട് സ്റ്റേഷനിൽ നടന്ന കൊലപാതക കേസിലെ പ്രതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് തിരുവനന്തപുരം സ്വദേശി സുനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അബ്ദുൽ അസീസ്. തലശ്ശേരിയിൽ കയ്യിൽ കെട്ടിയ റിസ്റ്റ് വാച്ചിന്റെ സ്ട്രാപ്പിനുള്ളിൽ അതിവിദഗ്ധമായ MDMA ഒളിപ്പിച്ച് വിൽപ്പനക്കായി എത്തിച്ച യുവാവിനെ പോലീസ് തൂക്കി. അറസ്റ്റിലായത് മഞ്ഞോടി പൂവളപ്പ് തെരുവിലെ SA ഹൌസിൽ S സജീർ.
വായനാ ചാലഞ്ചിൽ പങ്കെടുത്ത 3885 കുട്ടികളിൽ നിന്നും മികവ് തെളിയിച്ച 64 പേർ ഞായറാഴ്ച വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കും. വിമാനയാത്ര സംഘടിപ്പിക്കുന്നത് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ. പാനൂർ നഗരസഭയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഓണസമ്മാനമായി KSRTC ഗ്രാമവണ്ടി സർവീസ് ഞായറാഴ്ച മുതൽ. ഷാഫി പറമ്പിൽ MP ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.